എവിടെയൊക്കെ പോയി കഴിച്ചാലും വീട്ടിലെ ബിരിയാണിക്ക് മുൻപന്തി കൊടുക്കുന്നവരുണ്ടോ? ഇന്ന് നമുക്ക് വീട്ടിലെ സ്പെഷ്യൽ ബിരിയാണി നോക്കാട്ടോ. ചിക്കൻ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണം എന്നുള്ളതല്ലേ ആദ്യത്തെ ടാസ്ക്. പിന്നെ നമ്മൾ വാങ്ങുന്ന സമയം തന്നെ ഓൾറെഡി കറി പീസായിട്ടാണ് കേട്ടോ വാങ്ങാറ്. എന്നാൽ മാത്രമേ നല്ല ചെറിയ പീസായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുക. അരമണിക്കൂറെങ്കിലും വെക്കണം. ടൈം ഉണ്ടെങ്കിൽ കുറച്ചധികമായ നല്ലത്. അരമണിക്കൂറെങ്കിലും കഴിഞ്ഞ് ചിക്കൻ കുക്കറിലേക്കിട്ട് വിസിലിടാതെ തന്നെ ആവി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. വെള്ളം തീരെ ചേർക്കേണ്ടതില്ല കേട്ടോ. ആവി നന്നായി വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കുക്കറിൽ വിസിലിട്ടിട്ട് മാറ്റി വയ്ക്കുക. ആ ഒരു ടൈമിൽ നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ടേ. മല്ലിച്ചപ്പ്, തക്കാളി, ഉള്ളി, അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും. ഇനി കുക്കർ ഓപ്പൺ ചെയ്ത് ചിക്കൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. ചിക്കന് എരിവ് കൂടുതലായിട്ട് വേണമെങ്കിൽ ഈ ഒരു ടൈമിൽ മുളക് പൊടി എക്സ്ട്രാ ആഡ് ചെയ്യാം കേട്ടോ. അതുപോലെ ഉപ്പ് കൂടെ ശ്രദ്ധിക്കണേ. ഇനി പാനിൽ എണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം ചിക്കൻ പീസസ് ഒക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം കേട്ടോ. ചിക്കൻ പീസ് കുറച്ച് അധികം ഉണ്ട്, അപ്പോൾ ഇവിടെ 2 പാൻ വെച്ചോ കേട്ടോ. ഓൾറെഡി വേവിച്ച ചിക്കൻ ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ചിക്കൻ ഫ്രൈ ആയി കഴിഞ്ഞാൽ അടുത്ത ടാസ്ക് മസാലയാണേ. അപ്പോൾ അതിനു വേണ്ടി എണ്ണ ചൂടാക്കി ഉള്ളി ഇട്ട് കൊടുക്കുകയാണേ. കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനി അരി കഴുകി വെള്ളം മാറാനായി കോട്ടൺ തുണിയിൽ പൊതിഞ്ഞു വയ്ക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ വെള്ളം പെട്ടെന്ന് ആറി കിട്ടും കേട്ടോ. ഉള്ളിയിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ചേർത്ത് വീണ്ടും വഴറ്റുക. ഇനി അതിലേക്ക് മുളക് പൊടിയും അതുപോലെ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് മൂപ്പിച്ചെടുക്കുക. തക്കാളി ആഡ് ചെയ്ത് മിക്സ് ചെയ്ത ശേഷം അടച്ചു വെച്ച് വേവിക്കുക. തക്കാളി വെന്ത് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് ചിക്കൻ വേവിച്ച് കഴിഞ്ഞ വെള്ളവും അതുപോലെ ഫ്രൈ ചെയ്തെടുത്ത ചിക്കനും കൂടി ചേർത്ത് യോജിപ്പിച്ച് കൊടുക്കുക. ഇനി മല്ലിച്ചപ്പും കൂടി ആഡ് ചെയ്താൽ മസാല ഇവിടെ റെഡിയാണേ. മസാലയിൽ പുളി ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് തൈര് കൂടെ ഈ ഒരു ടൈമിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് ചോറിൻ്റെ പരിപാടിയാണേ. അപ്പോൾ അതിനായി കുക്കറിലേക്ക് നെയ്യ് ഒഴിച്ച് ചൂടായതിനു ശേഷം ബിരിയാണിയുടെ സ്പൈസസ് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുരുമുളക് ഒന്ന് ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ. ഇനി ഇതിലേക്ക് കഴുകി വെള്ളം മാറിയ അരി ചേർത്ത് വറുത്ത് വെക്കുക. 3 കപ്പ് അരിക്ക് 6 കപ്പ് വെള്ളം ഓൾറെഡി തിളപ്പിച്ച് വെച്ചിട്ടുണ്ടേ. ഇനി അതുകൂടെ ഈ അരിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. അടുത്തതായി നെയ്യും അതുപോലെ ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് മിക്സ് ചെയ്ത ശേഷം ഉപ്പ് കൂടെ നോക്കിയിട്ട് അടച്ചു വെക്കുക. ഒരു വിസിലിന് ശേഷം ആവിയൊക്കെ പോയിട്ട് തുറന്നാൽ നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ റെഡിയാണേ. അടുത്തതായി നമുക്കിനി ദമ്മിടാൻ നോക്കാം കേട്ടോ. അപ്പോൾ അതിനായി മസാല ഉണ്ടാക്കിയ സെയിം പാത്രത്തിലേക്ക് തന്നെ ആദ്യം ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നെയ്യ്, ബിരിയാണി മസാല, അതുപോലെ മല്ലിച്ചപ്പ്, പിന്നെ ചിക്കൻ്റെ മസാല കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ചോറ് കൂടെ ആഡ് ചെയ്തിട്ട് സെയിം പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യുക. അവസാനം മല്ലിച്ചപ്പും കൂടി ആഡ് ചെയ്ത് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ആവി കയറ്റുക. അപ്പോൾ നല്ല ടേസ്റ്റി ഹോം മെയ്ഡ് ബിരിയാണി ഇവിടെ റെഡിയാണേ.